നമസ്കാരം. രുദ്രനേത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട് എന്നത് കേവലം 4 ചുവരുകൾ മാത്രമല്ല. അതൊരു ക്ഷേത്രമാണ്. പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കേണ്ട, ഐശ്വര്യവും സമാധാനവും വിരിയേണ്ട ഒരു പുണ്യസ്ഥലം. പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നെഗറ്റീവ് ഊർജവും ദൃഷ്ടിദോഷവും ദോഷകരമായ ദശാസന്ധികളും നമ്മുടെ വീടിന്റെ പ്രാണശക്തിയെ കുറയ്ക്കാറുണ്ട്. ഇന്ന് രുദ്രനേത്രയിലൂടെ നിങ്ങളുടെ വീടിന്റെ ഊർജമണ്ഡലത്തെ ശക്തിപ്പെടുത്താനും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സഹായിക്കുന്ന 7 അതിശക്തമായ വാസ്തു ജ്യോതിഷ പരിഹാരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും 2 പരിഹാരങ്ങൾ വിശ്വാസത്തോടെയും കൃത്യതയോടെയും ചെയ്താൽ തന്നെ ഫലം ഉറപ്പാണ്. ഒന്നാമത്തെ പരിഹാരം സൂര്യമുഖം സ്ഥാപിക്കുന്നതാണ്. ജ്യോതിഷത്തിൽ സൂര്യൻ ആത്മാവിന്റെയും ആരോഗ്യത്തിന്റെയും പിതൃസ്ഥാനത്തിന്റെയും കാരകനാണ്. കിഴക്ക് ദിക്കിന്റെ അധിപനും. ചെമ്പിലോ പിത്തളയിലോ തീർത്ത സൂര്യമുഖം വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിലോ കിഴക്കേ ചുവരിലോ സ്ഥാപിക്കണം. എന്തിന് എന്ന് ചോദിച്ചാൽ സൂര്യൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ഊർജ സ്രോതസ്സാണ്. ഈ സൂര്യമുഖം വീട്ടിലേക്ക് വരുന്ന ദൃഷ്ടിദോഷം, അസൂയ, നെഗസ്ല ചിന്തകൾ എന്നിവയെ ആഗിരണം ചെയ്ത് ദഹിപ്പിച്ചു കളയും. ഒരു കവചം പോലെ അത് നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കും. പുറത്തുനിന്ന് വരുന്നവർക്ക് കാണുന്ന വിധം പ്രധാന വാതിലിന്റെ മുൻവശത്ത് സ്ഥാപിക്കുന്നതാണ് ഉത്തമം. ഞായറാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധമായി സൂര്യഗായത്രി ജപിച്ചു വേണം ഇത് സ്ഥാപിക്കാൻ. രണ്ടാമത്തത് സ്വർണ്ണ താമരയാണ്. നമ്മുടെ ഡൈനിങ് ടേബിൾ കേവലം ഭക്ഷണം കഴിക്കുന്ന ഇടമല്ല. അത് അന്നപൂർണേശ്വരി ദേവി വാഴുന്ന സ്ഥാനമാണ്. ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഗ്രഹമായ ശുക്രന്റെ ചിഹ്നമാണ് താമര. സ്വർണ്ണ നിറമാകട്ടെ വ്യാഴത്തിന്റെയും സൂര്യന്റെയും സമൃദ്ധിയുടെയും പ്രതീകവും. അതിനാൽ ഡൈനിങ് ടേബിളിന്റെ കൃത്യം മധ്യത്തിലായി ഒരു സ്വർണ്ണ നിറത്തിലുള്ള താമര വെക്കുക. ഇത് ലോഹത്തിലോ പ്ലാസ്റ്റിക്കിലോ ആകാം. ഇത് വെക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല. ധനപരമായ തടസ്സങ്ങൾ നീങ്ങി സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കുടുംബബന്ധം ദൃഢമാക്കും. വെള്ളിയാഴ്ച ദിവസം ഇത് വൃത്തിയാക്കുന്നത് ശുക്രപ്രീതിക്ക് നല്ലതാണ്. മൂന്നാമതായി മൈലാഞ്ചി ചെടി. വീടിന്റെ തെക്കുകിഴക്കേ മൂലയാണ് അഗ്നികോൺ, അഗ്നിയുടെ സ്ഥാനം. ചൊവ്വയുടെ ശക്തി കൂടുതലുള്ള ഇടമാണിത്. ഇവിടെ തടസ്സങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ കലഹം, രോഗം, ധനനഷ്ടം എന്നിവയ്ക്ക് കാരണമാകും. ഈ ദോഷങ്ങളെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് അതിരിനോട് ചേർന്ന് തെക്കുകിഴക്കേ മൂലയിൽ ഒരു മൈലാഞ്ചി ചെടി നടുന്നത്. മൈലാഞ്ചിക്ക് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഇത് വീട്ടിലെ സ്ത്രീകളുടെ മംഗല്യഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ്. ചൊവ്വാഴ്ച ദിവസം നട്ട് ദിവസവും നനച്ച് പരിപാലിക്കുക. നാലാമത്തെ പരിഹാരം വളരെ ലളിതമാണ്, പക്ഷേ ഫലം വളരെ വലുതാണ്. നാരങ്ങയും ജലവും. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും നല്ല മനസ്സോടെ ആയിരിക്കണമെന്നില്ല. അറിയാതെയുള്ള അസൂയ, കണ്ണേറ്, ദൃഷ്ടിദോഷം ഇവയെല്ലാം വീടിന്റെ ഐശ്വര്യത്തെ ബാധിക്കും. ഇതിനൊരു പരിഹാരമാണ് ഹാളിൽ എല്ലാവർക്കും കാണാവുന്ന വിധം ഒരു സ്ഫടിക ഗ്ലാസ് പാത്രത്തിൽ ശുദ്ധജലം നിറച്ച് അതിലൊരു ഫ്രഷ് നാരങ്ങയിട്ട് വെക്കുന്നത്. ഉപ്പ്, നാരങ്ങ, ജലം ഇവ മൂന്നും നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യുന്നവയാണ്. നാരങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, 3 മുതൽ 5 ദിവസം കൂടുമ്പോൾ ഈ വെള്ളവും നാരങ്ങയും മാറ്റിയിരിക്കണം. പഴയത് പുറത്തു കളയണം. ഇത് ചെയ്യുമ്പോൾ വീട്ടിലെ അന്തരീക്ഷം ലഘുവാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അഞ്ചാമത് പ്രധാന വാതിലിലെ ശുഭചിഹ്നങ്ങൾ. നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ ശ്രീ മഹാലക്ഷ്മി കടന്നു വരുന്ന വഴിയാണ്. ഈ വാതിലിനെ നമ്മൾ എത്ര ശുദ്ധമായും ഐശ്വര്യപൂർണമായും സൂക്ഷിക്കുന്നുവോ അത്രയും ലക്ഷ്മി കടാക്ഷമുണ്ടാകും. അതിനാൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ വാതിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം മഞ്ഞളും കുങ്കുമവും ചേർത്ത് പ്രധാന വാതിലിന്റെ ഇരുവശത്തും ഓം അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുക. ഓം പ്രപഞ്ചത്തിന്റെ മൂലമന്ത്രമാണ്. സ്വസ്തിക സർവ്വ ഐശ്വര്യത്തിന്റെയും ശുഭകാര്യങ്ങളുടെയും പ്രതീകവും. ഇത് വരയ്ക്കുമ്പോൾ ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് മനസ്സിൽ ജപിക്കുക. ഇത് നെഗറ്റീവ് ശക്തികളെ തടയുകയും ദേവതാ സാന്നിധ്യത്തെ വീട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ആറാമത്തെ പരിഹാരം പനിക്കൂർക്ക ചെടിയാണ്. അടുക്കള ഒരു വീട്ടിലെ അഗ്നിസ്ഥാനമാണ്. വീട്ടിലെ സ്ത്രീയുടെ ആരോഗ്യവും മനസ്സമാധാനവും കുടുംബത്തിന്റെ ഐശ്വര്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുക്കളയുടെ പുറംഭാഗത്തായി വീട്ടിലെ സ്ത്രീകൾ തന്നെ മുൻകൈയെടുത്ത് പനിക്കൂർക്ക വളർത്തുന്നത് അത്യുത്തമമാണ്. പനിക്കൂർക്കയ്ക്ക് രോഗശമന ശക്തിയുണ്ട്. ഇത് ബുധന്റെ ഔഷധ സസ്യമാണ്. ഇത് നിൽക്കുന്ന ഇടം വായുശുദ്ധി ഉണ്ടാക്കുകയും രോഗാണുക്കളെ അകറ്റുകയും ചെയ്യും. ജ്യോതിഷപരമായി ഇത് സ്ത്രീകളുടെ ആരോഗ്യപരമായ ദോഷങ്ങളെയും മാനസിക സമ്മർദ്ദത്തെയും കുറയ്ക്കാൻ സഹായിക്കും. കുടുംബത്തിന്റെ മൊത്തം ഐശ്വര്യം വർദ്ധിക്കും. ഏഴാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പരിഹാരമാണ് ഈശാനകോണിലെ ജലം. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയാണ് ഈശാനകോൺ. ഇത് ദേവഗുരുവായ വ്യാഴത്തിന്റെ സ്ഥാനമാണ്. ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനം. ഈ ഭാഗം എപ്പോഴും ശുദ്ധമായും ഭാരക്കുറവോടെയും സൂക്ഷിക്കണം. ഇവിടെ ഒരു ഓട്ടുരുളിയിലോ വെള്ളിപാത്രത്തിലോ ശുദ്ധജലം നിറച്ച് അതിൽ തുളസിയിലയോ മുല്ലപ്പൂവോ താമരപ്പൂവോ ഇട്ടുവെക്കുക. ജലം എന്നത് ചന്ദ്രന്റെ തത്വമാണ്. മനസ്സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാരകൻ. ഈശാന കോണിൽ ജലം വെക്കുമ്പോൾ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയും. ദൈവാനുഗ്രഹം വർദ്ധിക്കും.
കാര്യതടസ്സങ്ങൾ മാറും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെള്ളം ദിവസവും മുടങ്ങാതെ മാറ്റിയിരിക്കണം. തെളിഞ്ഞ വെള്ളമാണ് ഐശ്വര്യം. കെട്ടിക്കിടക്കുന്ന വെള്ളം ദോഷമാണ്. നമ്മൾ പറഞ്ഞു വന്ന 7 പരിഹാരങ്ങൾക്ക് പുറമെ നമ്മുടെ പൂർവികർ കാലങ്ങളായി പിന്തുടർന്നു വരുന്ന, എന്നാൽ ഇന്ന് പലരും മറന്നുപോയ 7 ശക്തമായ രഹസ്യങ്ങൾ കൂടി ഇനി പങ്കുവെക്കുകയാണ്. ഇവയും വളരെ ലളിതമാണ്. ചെലവൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീടിന്റെ ഗ്രഹനിലയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ്. ഇതിലും ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് മുൻപ് പറഞ്ഞവയോടൊപ്പം ചേർത്ത് ചെയ്യാവുന്നതാണ്. എട്ടാമത്തെ പരിഹാരം കല്ലുപ്പ് ഉപയോഗിച്ചുള്ള ശുദ്ധീകരണമാണ്. ശനിയുടെയും രാഹുവിന്റെയും നെഗറ്റീവ് ഊർജത്തെ ഏറ്റവും വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒന്നാണ് കല്ലുപ്പ്. ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം, വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു PT കല്ലുപ്പ് ചേർക്കുക. ഇത് തുടച്ചു കഴിയുമ്പോൾ വീടിന്റെ മൂലകളിൽ അടിഞ്ഞുകൂടിയ ദുഷ്ടശക്തികൾ, അസൂയ, വഴക്കിനുള്ള സാധ്യത ഇവയെല്ലാം അലിഞ്ഞുപോകും. കൂടാതെ ഒരു ചെറിയ ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് നിറച്ച് ബാത്റൂമിന്റെ ഒരു മൂലയിൽ വെക്കുക. ബാത്റൂമാണ് വീട്ടിൽ നെഗറ്റീവ് ഊർജം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം. ഈ ഉപ്പ് 15 ദിവസം കൂടുമ്പോൾ മാറ്റണം. പഴയ ഉപ്പ് ഫ്ലഷ് ചെയ്ത് കളയണം. ഒരിക്കലും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഇത് ചെയ്യുമ്പോൾ വീട്ടിൽ കാരണമില്ലാതെയുള്ള മടുപ്പും ക്ഷീണവും മാറി പോസിറ്റീവായ അന്തരീക്ഷം വരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഒൻപതാമത്തേത് നിലവിളക്കിന്റെ സ്ഥാനമാണ്. ഒരു വീടിന്റെ ഐശ്വര്യത്തിന്റെ നെടുംതൂൺ എന്ന് പറയുന്നത് നിലവിളക്കാണ്. നിലവിളക്ക് കത്തിക്കുന്നത് കേവലം വെളിച്ചത്തിനു വേണ്ടിയല്ല. അത് അഗ്നിദേവനെയും മഹാലക്ഷ്മിയെയും ഒരുപോലെ ആവാഹിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. നിലവിളക്ക് എപ്പോഴും വീടിന്റെ ബ്രഹ്മസ്ഥാനത്തിനടുത്തോ അല്ലെങ്കിൽ പ്രാർത്ഥനാമുറിയുടെ കിഴക്കോ വടക്കോ ദർശനമായി വേണം കത്തിച്ചു വെക്കാൻ. വൈകുന്നേരം 6 മണിക്ക് മുൻപ് നിലവിളക്ക് കത്തിക്കണം. അസ്തമയ സമയത്ത് വീട് ഇരുട്ടിലാകുന്നത് ദാരിദ്ര്യത്തെയും രോഗത്തെയും ക്ഷണിച്ചു വരുത്തും. നിലവിളക്കിൽ നല്ലെണ്ണയോ നെയ്യോ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. 2 തിരിയിട്ട് കത്തിക്കുന്നത് കുടുംബ ഐക്യത്തിനും ദമ്പതിമാർ തമ്മിലുള്ള സ്നേഹത്തിനും നല്ലതാണ്. വിളക്കണയുമ്പോൾ ഊതിക്കെടുത്തരുത്. കൈകൊണ്ട് അല്ലെങ്കിൽ പൂവുകൊണ്ട് അണയ്ക്കണം. കാരണം ഊതുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വായു അഗ്നിയിലേക്ക് അടിക്കുന്നു എന്നാണ് വിശ്വാസം. 10ാമത്തെ പരിഹാരം വീടിന്റെ പിൻവാതിലുമായി ബന്ധപ്പെട്ടതാണ്. പല വീടുകളിലും പിൻവാതിൽ എപ്പോഴും അടച്ചിടുകയോ അവിടെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിടുകയോ ചെയ്യുന്നത് കാണാം. ജ്യോതിഷപരമായി പിൻവാതിൽ ശനിയുടെ സ്ഥാനമാണ്. അവിടെ തടസ്സമോ മാലിന്യമോ ഉണ്ടെങ്കിൽ അത് കർമ്മ തടസ്സത്തിനും സാമ്പത്തിക ബാധ്യതയ്ക്കും വിട്ടുമാറാത്ത രോഗങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് പിൻവാതിൽ എപ്പോഴും തുറക്കാനും അടയ്ക്കാനും പാകത്തിന് വൃത്തിയായി സൂക്ഷിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പിൻവാതിൽ തുറന്ന് 5 മിനിറ്റ് വെക്കുക. ഇത് വീട്ടിലെ തടസ്സപ്പെട്ടു നിൽക്കുന്ന ഊർജം പുറത്തേക്ക് പോകാനും പുതിയ അവസരങ്ങൾ അകത്തേക്ക് വരാനും സഹായിക്കും. പിൻവാതിലിന്റെ പുറത്ത് ഒരു ചെറിയ ചെടിച്ചട്ടി വെക്കുന്നതും ദോഷപരിഹാരമാണ്. 11ാമതായി പറയുന്നത് വളപ്പൊട്ടുകളെയും കണ്ണാടിയെയും കുറിച്ചാണ്. വീട്ടിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വളപ്പൊട്ടുകൾ ചിതറിക്കിടക്കുന്നതും പൊട്ടിയ വളകൾ സൂക്ഷിക്കുന്നതും അതീവ ദോഷമാണ്. ഇത് ശുക്രദോഷത്തിനും കുടുംബകലഹത്തിനും കാരണമാകും. അതുപോലെ പൊട്ടിയതോ വിള്ളൽ വീണതോ മങ്ങിയതോ ആയ കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കരുത്. കണ്ണാടി രാഹുവിന്റെ കാരകത്വമാണ്. പൊട്ടിയ കണ്ണാടി ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തും, ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. കണ്ണാടി കിടപ്പുമുറിയിൽ കട്ടിലിന് നേരെ വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദമ്പതിമാർ ഉറങ്ങുന്ന കട്ടിലിന് നേരെ കണ്ണാടി വന്നാൽ വേർപിരിയലിനോ വഴക്കിനോ കാരണമാകും. കണ്ണാടി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 12ാമത്തെ രഹസ്യം അടുക്കളയിലെ ധാന്യപാത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അരി, ഗോതമ്പ്, പരിപ്പ് ഇവയെല്ലാം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ ഒരിക്കലും പൂർണ്ണമായും കാലിയാകാൻ അനുവദിക്കരുത്. ഇത് ധനപരമായ ബുദ്ധിമുട്ടുകളെയും അന്നത്തിന് മുട്ടുവരുന്നതിനെയും സൂചിപ്പിക്കുന്നു. എപ്പോഴും ഒരു പിടിയെങ്കിലും അതിൽ ബാക്കി വെക്കണം. തീരുന്നതിന് മുൻപ് തന്നെ പുതിയത് വാങ്ങി നിറയ്ക്കണം. ഇത് സമൃദ്ധിയുടെ ലക്ഷണമാണ്. വ്യാഴത്തിന്റെയും ശുക്രന്റെയും അനുഗ്രഹം നിലനിർത്താൻ ഇത് സഹായിക്കും. അതുപോലെ അടുക്കളയിലെ ചവറ്റുകുട്ട രാത്രികാലത്ത് പുറത്തു കളയുന്നതാണ് ഉത്തമം. രാത്രി വീട്ടിൽ മാലിന്യം കിടക്കുന്നത് മൂദേവിയുടെ സാന്നിധ്യം ക്ഷണിച്ചു വരുത്തും. 13ാമത്തെ പരിഹാരം വീടിന്റെ മുൻവശത്തെ ചെരുപ്പ് വെക്കുന്ന രീതിയാണ്. പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണിത്. പ്രധാന വാതിലിന്റെ നേരെ മുന്നിലായി ചെരുപ്പും ചവിട്ടിയും കൂട്ടിയിടുന്നത് വളരെ ദോഷമാണ്. ചെരുപ്പ് ശനിയുടെ കാരകത്വമാണ്. മഹാലക്ഷ്മി കടന്നുവരുന്ന വഴിയിൽ ശനിയുടെ തടസ്സം ഉണ്ടാക്കരുത്. ഇത് സാമ്പത്തിക തടസ്സത്തിനും അപമാനത്തിനും കാരണമാകും. അതുകൊണ്ട് ചെരുപ്പ് വെക്കാൻ ഒരു പ്രത്യേക സ്റ്റാൻഡ് വാതിലിന്റെ വശത്തായി അകത്തോ പുറത്തോ ക്രമീകരിക്കുക. ഒരിക്കലും വാരിവലിച്ച് ഇടരുത്. വീട്ടിൽ കയറുന്നതിന് മുൻപ് കാല് കഴുകുന്ന ശീലം വളർത്തുന്നത് രാഹുകേതു ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും. 14ാമത്തേത് ശബ്ദത്തിന്റെ ശക്തിയാണ്. വീട് എപ്പോഴും നിശബ്ദമായി ഇരിക്കുന്നത് നല്ലതല്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ ശംഖനാദം അല്ലെങ്കിൽ മണിനാദം അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം ചെറിയ ശബ്ദത്തിൽ വീട്ടിൽ മുഴങ്ങുന്നത് വളരെ നല്ലതാണ്. ഇത് വീട്ടിലെ നിശ്ചലമായ നെഗറ്റീവ് ഊർജത്തെ ഇളക്കി പുറത്താക്കും. വ്യാഴത്തിന്റെ കാരകത്വമായ ശബ്ദം പോസിറ്റീവ് തരംഗങ്ങൾ സൃഷ്ടിക്കും. വഴക്കും ബഹളവും പതിവാകുന്ന വീടുകളിൽ ലക്ഷ്മി വസിക്കില്ല.
അതുകൊണ്ട് വീട്ടിൽ ശാന്തതയും ഇടയ്ക്ക് മന്ത്രധ്വനികളും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളും ഐശ്വര്യമാണ്. ഇതോടൊപ്പം അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇത്രയും പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സാണ്. ചന്ദ്രനാണ് മനസ്സിന്റെ കാരകൻ. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ, നന്ദിയില്ലെങ്കിൽ, പരദൂഷണം പറഞ്ഞാൽ ഒരു പരിഹാരവും ഫലിക്കില്ല. അതുകൊണ്ട് ദിവസവും 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയുക. ക്ഷമിക്കാൻ പഠിക്കുക. ഇത് നിങ്ങളുടെ ആഭാമണ്ഡലത്തെ ശുദ്ധീകരിക്കും. രുദ്രനേത്ര എന്ന ഈ മൂന്നാം കണ്ണ് തുറക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ജ്യോത്സ്യനായി മാറും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ചേരുന്ന 2 എങ്കിലും തെരഞ്ഞെടുത്ത് ഇന്ന് മുതൽ തുടങ്ങുക. മാറ്റം ഉറപ്പാണ്. നിങ്ങളുടെ വീട് ഒരു ക്ഷേത്രമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും. ഈ അറിവുകൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു നല്ല കാര്യം 10 പേരിലേക്ക് എത്തുമ്പോൾ അതിന്റെ പുണ്യം നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓം നമഃ ശിവായ.